പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. അത്ര നേരം ആദ്യോടെ നിന്നവർ ആദുവിന്റെ വെളിപ്പെടുത്തലിൽ കടകടാന്ന് ചിരിക്കാൻ തുടങ്ങി. ദേ അച്ഛേ, കളിയാക്കിയാൽ ഞാൻ പിണങ്ങുവേ. ഞാൻ പരിഭവം ഭാവിച്ചുകൊണ്ട് എൻ്റെ പിതാശ്രീയോട് പറഞ്ഞു. അമ്മ കളിയാക്കിയാൽ ഞാൻ ക്ഷമിക്കും. പക്ഷേ എൻ്റെ അച്ഛ, എന്നാലും എൻ്റെ മോളെ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ബോധം കെട്ട് വന്നേക്കുന്നു. എൻ്റെ ചുണക്കുട്ടിയാണെന്നൊക്കെ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് ഡീക്ക് പറഞ്ഞിട്ട് എന്റെ വില കളഞ്ഞല്ലോടി നീയ്. അച്ഛൻ വയറ് തപ്പിപ്പിടിച്ച് ചിരിച്ചപ്പോ ഞാൻ പരിഭവം ഭാവിച്ച് ഇരുവരെയും നോക്കി ചുണ്ടുകൊട്ടി. അതുമാത്രമല്ലല്ലോ വിശ്വേട്ടാ, രാവിലെ അമ്പലത്തിൽ ഇടിച്ചിട്ടത് അവളുടെ സാറിനെയാണെന്നത് കേട്ടില്ലേ? സീതമ്മ കിട്ടിയ അവസരം നന്നായി മുതലാക്കുന്നുണ്ട്. ഇനി രണ്ടിനോട് ഒന്നും പറയില്ല. പിണക്കം ഭാവിച്ച് മുകളിലേക്ക് കയറുവാൻ തുടങ്ങിയവൾ. അച്ഛയുടെ അമ്മൂസേ, അച്ഛയുടെ പൊന്നിനെ അച്ഛ കളിയാക്കുവോ? ഈ അമ്മ ഇനി എൻ്റെ പൊന്നിനെ വല്ലതും പറഞ്ഞ നമുക്ക് നല്ല അടി കൊടുക്കാട്ടോ. പിണങ്ങിപ്പോകാൻ ഭാവിച്ചവൾ അമ്മക്കോഴിയുടെ ചെറുക്കിൻ കീഴിൽ പതുങ്ങുന്ന കുഞ്ഞിക്കോഴിയെപ്പോലെ ഓടി വന്ന് അച്ഛൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. അത് കണ്ട് ആ അമ്മവനെ നിറഞ്ഞു. പെൺമക്കൾ അച്ഛന്മാരുടെ രാജകുമാരിമാരാണല്ലോ. അല്ലെങ്കിലും അമ്മമാർക്ക് മക്കൾ അച്ഛനെ കൂടുതൽ സ്നേഹിക്കുന്നതാണല്ലോ ഏറ്റവും സന്തോഷം. കോളേജിൽ നിന്ന് വന്നവൻ ബൈക്ക് പോർച്ചിലായി പാർക്ക് ചെയ്തു. കാളിമ്പലി സ്വിച്ചമർത്തി ക്ഷമയോടെ കാത്തിരുന്നു. നീ പോയതുപോലെ അല്ലല്ലോ ധ്രുവി തിരിച്ചെത്തിയത്. ഏതായി ഷർട്ട്? കഥക് തുറന്ന് ഗായത്രി മകനെ പോയ രൂപത്തിൽ നിന്നും വ്യത്യസ്തമായി കണ്ടതുകൊണ്ടുള്ള അത്ഭുതത്തിൽ ചോദിച്ചു. ഒന്നും പറയണ്ടമ്മേ, ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഒരു പെണ്ണ് എൻ്റെ ഷർട്ട് മുഴുവനും ചന്ദനവും മഞ്ഞളും പൂശി തന്നതാ. അവൻ കുറിച്ച് നീരസത്തോടെ പറഞ്ഞുകൊണ്ട് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും അമ്മയെ ഏൽപ്പിച്ചു. എന്നിട്ട് ബാഗിൽ നിന്നും ഷർട്ട് പ്രത്യേകം എടുത്തു മാറ്റി. നോക്കട്ടെ മോനെ. അയ്യേ, ഇതപ്പടി സിന്ദൂരാണല്ലോ. അലക്കിയാലും ശരിയാവും തോന്നില്ല. ഗായത്രി ഷർട്ട് മെല്ലെ തുറന്നുകൊണ്ട് പറഞ്ഞു. അവനപ്പോൾ ആദുവിന്റെ മുഖോർമ്മ വന്നു. പുറത്തേക്ക് വരാൻ തുടങ്ങിയ ദേഷ്യം അവൻ ഒളിപ്പിച്ചു നിർത്തി. അല്ല മോനെ, അപ്പൊ ഈ പുതിയ ഷർട്ട് ഇത് നീ വാങ്ങിയോ? നിനക്ക് വന്നിട്ട് മാറിയ പോരായിരുന്നു എങ്കിൽ. അവർ തന്റെ സംശയം അവനോട് പങ്കുവച്ചു. ഇല്ലമ്മേ, അബിയോടൊപ്പം അവറാഞ്ചേട്ടനെ ഒന്ന് കാണാൻ പോണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് പോകാൻ സമയം കിട്ടില്ല. പിന്നെ ഞാൻ ഷോപ്പിൽ പോയൊരു ഷർട്ട് വാങ്ങി അവിടെ വെച്ച് തന്നെ ചേഞ്ച് ചെയ്തു. ധ്രുവി റൂമിലേക്ക് പോകാൻ തുടങ്ങിക്കൊണ്ട് പറഞ്ഞു. അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആളും അനക്കൊക്കെ കേട്ടു. ധ്രുവി കേട്ടെങ്കിലും മറുപടിയൊന്നും പറയാതെ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. തുറന്നു കിടന്ന ജനാലകളിൽ കൂടി അടുത്ത് കാണുന്ന ആ വീട്ടിലേക്കൊന്ന് നോക്കിയവൻ മുന്നേ അടച്ചിട്ടതായിരുന്നു. കുറച്ച് ഡേയ്സായി ആരോ താമസക്കാർ വരുന്നതിന്റെ ഒരുക്കങ്ങളൊക്കെ കണ്ടു. അവൻ ജനൽ വലിച്ചടച്ചുകൊണ്ട് നേരെ കർട്ടൻ പിടിച്ചിട്ടു. ആ ദിവസവും കടന്നുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ കോളേജിലേക്ക് ഇറങ്ങി ആദു. ലേറ്റായി ചെന്നു എന്ന് പറഞ്ഞ് പണി വാങ്ങിക്കാൻ താല്പര്യമില്ലായിരുന്നു അവൾക്ക്. സ്കൂട്ടി പാർക്ക് ചെയ്ത് ക്ലാസ്സിലേക്ക് നടന്നതും കണ്ടു ധ്രുവിത് സാറിനെ. ഇന്നലത്തെ ധ്രുവിയുടെ പ്രകടനങ്ങൾ കണ്ടിട്ട് ഇപ്പൊ അവൾക്ക് അവനോട് ദേഷ്യം ഉണ്ടാകില്ലെന്ന് കരുതി ആദു ധ്രുവിയെ നോക്കി ഒന്ന് ചിരിക്കാനൊരു ശ്രമം നടത്തി. അത് കണ്ടിട്ടും മൈൻഡ് പോലും ചെയ്യാതെ വീർപ്പിച്ചു കെട്ടിയുള്ള മുഖവുമായി പോകുന്ന ധ്രുവിയെ കാണവേ അവൾക്ക് ദേഷ്യം വന്നു. എന്തോട്ട് സാധനായതിന്റെ ദേവി, ഇയാളുടെ മുന്നിൽ ഓന്ത് പോലും തോറ്റവും തോന്നുന്നു. ജാള്യത മറയ്ക്കാൻ മനസ്സിൽ ധ്രുവിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ആദു മുത്തശ്ശിമരത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു. ഇന്നലെ രണ്ടുപേരുടെയും നമ്പരൊക്കെ വാങ്ങി 3 പേരും മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ രൂപീകരിച്ചിരുന്നു. എത്ര പെട്ടെന്നാണ് അത്രയും കംഫർട്ടായ 2 സുഹൃത്തുക്കളെ കിട്ടിയത്. പഴയ കോളേജിൽ പോലും ഇത്രയും മാനസികടുപ്പം തോന്നിയ സുഹൃത്തുക്കളില്ല. ആദുവിന് അത്ഭുതം തോന്നിപ്പോയി. ഇന്നലെ അവരൊന്നിച്ചെടുത്ത ആദ്യത്തെ തീരുമാനമായിരുന്നു മുത്തശ്ശിമരത്തിന്റെ ചോട്ടിൽ രാവിലെ ഒത്തുകൂടിയിട്ട് അവിടെ ഒന്നിച്ച് ക്ലാസ്സിലേക്ക് പോകാമെന്നത്. ആദു മരത്തിന്റെ ചോട്ടിലെത്തിയപ്പോൾ തന്നെ 2 എണ്ണം അവളെ കാത്തിരിപ്പുണ്ട് അവിടെ. നിങ്ങൾക്ക് ഇത്ര കൃത്യനിഷ്ഠയുണ്ടെന്ന് ഞാൻ സത്യമായിട്ടും കരുതിയില്ല എന്റെ ഗാതമ്മേ. അക്കുവിന്റെ തലയിൽ കൂടി ഒന്ന് കൊട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് നിനക്ക് ഇന്നത്തെ ക്ലാസ്സിലിരിക്കുമ്പോൾ മനസ്സിലാകും. അവളൊന്ന് ദീർഘം നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. അതിലെന്തോ ഒരു അപായ സൂചന ഒളിച്ചിരിപ്പുണ്ടല്ലോ ഇല്ലേ? ആദു ചിന്തിക്കാതിരുന്നില്ല. ആ, കല്ലിവല്ലി കൂടുതൽ ചിന്തിച്ച് തലപുകയ്ക്കാതെ ആദുവും കൂട്ടരും കോളേജിലെ കളക്ഷൻ എടുക്കാൻ തുടങ്ങി. പിന്നെ ഒന്നിച്ച് വെറുതെ ആ കോളേജ് ഗ്രൗണ്ടിലും ക്യാൻറ്റീനിലും ഒക്കെ ഒന്ന് ചുറ്റിയടിച്ച ശേഷം ക്ലാസ്സിലേക്ക് കയറി. ക്ലാസ്സിലെ കുറച്ചുപേരൊക്കെ ആദുവിനെ നോക്കി അടക്കം പറഞ്ഞ് ചിരിച്ചു. എങ്ങനെ ചിരിക്കാതിരിക്കും? അമ്മ അതിരി പെർഫോമൻസ് അല്ലായിരുന്നോ
സ്റ്റേജിൽ ഞാൻ കാഴ്ചവെച്ചത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദു സ്വയം പറഞ്ഞുപോയി. പക്ഷേ ഗാദു അക്കുവും ആദുവിന് വിഷമാകേണ്ടെന്ന് കരുതിയാകണം അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ആദു പ്രതികരിക്കാൻ പോയില്ലെങ്കിലും അവർ രണ്ടുപേരും അവരെയൊക്കെ നോക്കി കലിപ്പെടുന്നുണ്ട്. രണ്ടുപേരുടെയും മുഖഭാവം കണ്ടിട്ട് സത്യത്തിൽ ആദുവിന് ചിരി വന്നു. പതിവ് പോലെ വിശ്വാമിത്രന്റെ ആഗമനം ആരോ വിളിച്ചു കൂവിയതും ക്ലാസ് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയി. ഇങ്ങനെ ഇത്രയ്ക്ക് ടെററാണോ എൻ്റെ ദേവിയെ? ആദു മനസ്സിലത് ചിന്തിക്കാതിരുന്നില്ല. സാർ ക്ലാസ്സിലെത്തിയതും ബെൽ മുഴങ്ങിയതും ഒരേ സമയം. സാറിൻ്റെ ആ കൃത്യനിഷ്ഠ ആദുവിനെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി. കൂടുതൽ സമയം കളയാതെ അറ്റൻഡൻസ് എടുത്ത് ധ്രുവി. ആദു കടക്കണ്ണിട്ട് രണ്ടിനെ നോക്കി. ഏതു സമയവും കരിയിലെ കുരുവുകളെ പോലെ അലച്ചിരിക്കുന്ന രണ്ടെണ്ണവും ശ്വാസം പോലും വിടാതെ അങ്ങേരുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുവാണ്. അവരുടെ കൃഷ്ണമണി പോലും അനങ്ങുന്നില്ലെന്ന് അവൾക്ക് തോന്നി. ഇനി തട്ടിപ്പോയോ രണ്ടും? ശ്വാസം പോലും വിടാതിരിക്കുന്ന പോലെ തോന്നിയിട്ട് അവൾ വലത്തെ സൈഡിലിരിക്കുന്ന അക്കുവിനെ മെല്ലിയൊന്ന് തട്ടിയതും എവിടെ നിന്നും ഒരു ഡസ്റ്റർ പാഞ്ഞു വന്ന് ആദുവിൻ്റെ മുഖത്തേക്ക് വീണത് ഒരുമിച്ചാണ്. സർ, ക്ലാസ് ആരംഭിച്ചതെന്ന് അവൾ അറിഞ്ഞില്ലായിരുന്നു. ക്ലാസ് മുറിയിലെ കുട്ടികളെല്ലാം അവളെ സഹതാപത്തോടെ നോക്കുന്നുണ്ട്, ചിലർ പുച്ഛത്തോടെയും. ആദുവിന് ആകെ നാണക്കേട്. ദാറ്റ് ന്യൂ ഗേൾ, ആത്മിക വിശ്വനാഥൻ, സ്റ്റാൻഡപ്പ്. ആള് ഷൗട്ട് ചെയ്യും പോലെ വിളിച്ചു കൂവിയപ്പോൾ ഞാൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു. ജാളിതയോടെ ചുറ്റും നോക്കി. എല്ലാ കണ്ണുകളും അവളിലാണ്. അക്കുവിൻ്റെയും ഗാദുവിൻ്റെയും മുഖത്ത് നല്ല ടെൻഷൻ. ത്രയ വലിയ എന്തോ തമാശ കണ്ട പോലെ അടക്കിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്താണ് പഠിപ്പിച്ചത്? ധ്രുവി തൊട്ടും മയമില്ലാതെ ചോദിച്ചു. അപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയോ? ആദു അല്ല ആലോചിച്ചു നോക്കി. രാവിലെ ഒരുങ്ങിക്കെട്ടി ഓരോന്ന് വരും. പഠിക്കയില്ല, പഠിക്കുന്ന കുട്ടികളെ അതിന് അനുവദിക്കുകയില്ല. ന്യൂസ്നെസ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. ധ്രുവി ഒട്ടും മയമില്ലാതെ പറഞ്ഞു. കുറച്ചധികം നേരമായി അവൾ മനോരാജ്യത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ധ്രുവിയുടെ ഉറക്കികളെ ഗെറ്റ് ഔട്ട് അടിയിൽ നിന്നും അവൾ മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ അത് മാത്രമേ അവൾ കേട്ടുള്ളൂ എന്ന്. പതിയെ തൻ്റെ ബാഗുമെടുത്ത് ക്ലാസ്സിന് പുറത്തേക്ക് അവൾ ഇറങ്ങി. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. അവൾക്ക് നല്ല വിഷമം തോന്നി. അവൾ മുത്തശ്ശി മരത്തിൻ്റെ ചുവട്ടിലേക്ക് പതിയെ നടന്നു. മുൻപ് പഠിച്ച കോളേജിനേക്കാൾ ഭംഗി ഈ ക്യാമ്പസിനാണെന്ന് ആദുവിന് തോന്നി. മുത്തശ്ശി മരത്തിന് പുറമേ അവിടെ എവിടെയും മഞ്ഞയും ചുവപ്പും ഒക്കെ നിറങ്ങളിലെ വാഗമരങ്ങൾ കോളേജിൻ്റെ അങ്കണത്തെ മനോഹരമാക്കി. അതിൽ നിന്നും വീണുകിടക്കുന്ന ഗുൽമോഹർ പൂക്കൾ പരവതാനി വിരിക്കുന്നത് പോലെ പൂഴിയിൽ വ്യാപിച്ചു കിടക്കുന്നത് ആ ക്യാമ്പസിന് പ്രത്യേക സൗന്ദര്യം നൽകുന്നുണ്ട്. ആ സൗന്ദര്യത്തിലേക്ക് അങ്ങനെ കുറച്ചുനേരം കണ്ണുനട്ടിരുന്നപ്പോഴാണ് അടുത്തേക്ക് ആരോ നടന്നു വരുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അവരെ കണ്ടപ്പോൾ അവളുടെ മിഴികളിൽ അത്ഭുതം നിറഞ്ഞു. അക്കുവും ഗാദുവുമാണ്. ക്ലാസ് കഴിഞ്ഞോ? കുറച്ച് നേരെയായുള്ളൂ, ഞാനിവിടേക്ക് വന്നിട്ട് തന്നെ. ആദു ഓർത്തു. എന്താടി ക്ലാസ് കഴിഞ്ഞോ? ആദു ഇരുവരെ അതിശയത്തോടെ നോക്കി. ഞങ്ങളെയും വിശ്വാമിത്രൻ ഗെറ്റൗട്ട് അടിച്ചു. ഗാദു കപട ദുഃഖത്തോടെ പറഞ്ഞു. എന്തിന്? അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ സംസാരിച്ചു. പറഞ്ഞപ്പോൾ അക്കുവിൻ്റെ മുഖത്ത് എന്തോ കള്ളത്തരം. അങ്ങേരുടെ ക്ലാസ്സിൽ ശ്വാസം പോലും പുറത്തേക്ക് വിടാതിരിക്കുന്നവരാണ്. താൻ ഇവിടെ ഒറ്റയ്ക്കായോണ്ട് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ആദുവിന് മനസ്സിലായി. ഒത്തിരി പേരില്ലെങ്കിലും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന രണ്ടെണ്ണം തന്നെ ധാരാളം അല്ലേ? അവരുടെ സ്നേഹത്തിൽ, കരുതലിൽ അവളുടെ കണ്ണുകൾ ചെറുതായി നനഞ്ഞു. രണ്ടും വന്നപ്പോൾ തന്നെ അവളുടെ കളഞ്ഞുപോയ എനർജി തിരികെ വന്നു. പിന്നെ മൂന്നും ഒന്ന് ചേർന്നപ്പോൾ ധ്രുവി സാർ ഗെറ്റൗട്ട് അടിച്ച വിഷമമൊക്കെ പമ്പ കടന്നു. അവർ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. രാവിലെ ആയതുകൊണ്ട് നല്ല ചൂട് മുട്ട പപ്സ് കിട്ടും. ഓരോ മുട്ട പപ്സും ഫിൽറ്റർ കോഫിയും കുടിച്ച് മൂന്നും അവിടെ ഇരുന്നു. ഒരു തരത്തിൽ വിശ്വാമിത്രൻ ഗെറ്റൗട്ട് അടിച്ചത് നന്നായി. അതുകൊണ്ട് ക്ലാസ്സിൽ കണ്ണും തള്ളി ഇരിക്കേണ്ടി വന്നില്ല. ചൂട് കോഫി ഊതി കുടിച്ചുകൊണ്ട് അക്കു പറഞ്ഞു. അപ്പോഴാണ് ആദു മറ്റൊന്നോർത്തത്. ഡി, സാറിനെ വിശ്വാമിത്രൻ എന്താ വിളിക്കുന്നേ? ആദു ആകാംക്ഷയോടെ ഇരുവരോടും ചോദിച്ചു. അതിനവളുമാർ രക്ഷിച്ചിരിക്കുന്ന പോലെ ഒന്ന് ആർത്തു ചിരിച്ചു. ആദു ഒന്ന് കലിപ്പിച്ചു നോക്കിയപ്പോൾ രണ്ടിൻ്റെയും ചിരി താനേ നിന്നു. ഡി, സാറ് കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്യുന്നേ. ആദ്യം ക്ലാസ്സിൽ വന്നപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പെൺപടകളെല്ലാം ഒന്ന് ഞെട്ടി. ഇത്ര സുന്ദരനായ ഒരു ചുള്ളൻ സാറ്. പിന്നെ മിക്കവരും ധ്രുവി സാറിനെ ഇംപ്രസ് ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കി. കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ വെക്കം നമ്മുടെ ത്രേക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കോളേജിലൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു ചേച്ചി സാറിനോട് പ്രേമാണെന്ന് പറഞ്ഞ് സാറിന് മെസ്സേജ് അയച്ചു.
സാർ അത് വലിയ വിഷയമാക്കി. പ്രിൻസിക്ക് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു. ആ ചേച്ചിയെയും വീട്ടുകാരെയൊക്കെ വിളിപ്പിച്ചു. കോളേജ് മൊത്തം അറിഞ്ഞു. ആകെ സീനായി. അതോടെ സാറിനെ കണ്ടപ്പോൾ മിക്കവരുടെയും ഇളക്കോങ്ങ് നിന്നു. അങ്ങനെ നമ്മുടെ സീനിയേഴ്സ് ധ്രുവി സാറിനിട്ട പേരാണ് വിശ്വാമിത്രൻ. പുരാണത്തിൽ അങ്ങനെ ഒരു മഹർഷിയുണ്ടല്ലോ, പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടമില്ലാത്ത. സാറും അതുപോലെ സ്ത്രീവിരോധിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അങ്ങനാണല്ലേ കഥ. പിന്നെ ഈ വിശ്വാമിത്രന്റെ മനസ്സ് പണ്ട് മേനക എന്നൊരു സുന്ദരി മാറ്റി. അപ്പോൾ നമ്മുടെ ധ്രുവി സാറിനെയും വല്ല മേനകയും മാറ്റൂടി. ഇതൊക്കെ കേട്ട ആദു നിഷ്കുഭാവത്തോടെ പറഞ്ഞു, അങ്ങനെയൊരു മേനക ജനിച്ചിട്ടുണ്ടാവോ എന്തോ. അക്കു പ്രതീക്ഷകളില്ലാതെ പറഞ്ഞു. അപ്പോഴേക്കും ആ പീരീഡ് അവസാനിച്ചോന്നറിയിച്ച് വെല്ലുമുഴുങ്ങി. എന്നാൽ ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെയെന്ന് അവരെ കാത്തിരുന്നത് അത്രയ്ക്ക് നല്ലൊരു വാർത്തയായിരുന്നില്ല. അതെ, 3 പേരും ധ്രുവി സാറിനെ കണ്ടിട്ട് ക്ലാസ് കയറിയാൽ മതിയെന്ന് പറഞ്ഞു. ത്രയെ വാതിലിന് കുറുകെ നിന്നുകൊണ്ട് ഒരു പുച്ഛച്ചിരിയോടെ അവരോട് പറഞ്ഞു, ഇവൾക്കിപ്പോൾ ഇത്ര പുച്ഛിക്കാനും മാത്രം എന്താണോ കാരണം? കണ്ടേ അന്നു മുതൽ കാണുന്നതാ. ആദു ത്രയെ നോക്കി വെറുപ്പോടെ ചിന്തിച്ചു. വോ ആയിക്കോട്ടെമ്പ്രാ. അക്കു അതേ പുച്ഛത്തോടെ അവളോട് പറഞ്ഞു. ഏറിയ ഹൃദയമിടിപ്പോടെ 3 പേരും അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. ധ്രുവി സാറും അന്ന് അമ്പലത്തിൽ വെച്ച് കൂടെയുണ്ടായിരുന്ന ആ യുവാവും ഉണ്ടായിരുന്ന സ്റ്റാഫ് റൂമിൽ. ഈശ്വര, ഇയാൾ ഇവിടുത്തെ ലെക്ചറാണോ? അറിയാതെ മനസ്സിൽ പറഞ്ഞുപോയി ആദു. ഈ കോളേജിൽ കയറി അന്നു മുതൽ എനിക്ക് കഷ്ടകാലമാണല്ലോ എൻ്റെ ദേവി. അറിയാതെ അവൾ ദൈവത്തെ വിളിച്ചുപോയി. അക്കുവും ഗാദുവും അവിടെ സ്റ്റക്കായി നിന്ന് ആദുവിനെ പിടിച്ച് അകത്തേക്ക് കയറി. അവർ വന്നതൊന്നും അറിയാതെ ഏതോ ബുക്കിലേക്ക് ഊളിയിട്ടിരിക്കുവാണ് ധ്രുവി സാർ. സർ, അക്കു നീട്ടി വിളിക്കുന്നത് കേട്ടിട്ട് ധ്രുവി സാർ മാത്രമല്ല അടുത്തുണ്ടായിരുന്ന ആ സാർ വരെ കണ്ണുയർത്തി നോക്കി. ആദുവിനെ കണ്ടിട്ടുണ്ടാകണം. അന്ന് കൂടെ ഉണ്ടായിരുന്ന സാറിന്റെ മുഖം അത്ഭുതം കൊണ്ട് വിടർന്നു. ഈ കോളേജിൽ ഫേമസ് ആയ എന്നെ ഇപ്പോഴാണ് ആ സാറ് കണ്ടതെന്ന് തോന്നുന്നു. ആദു ചിന്തിച്ചു. അപ്പൊ ആദുവിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഭാഗ്യം ഈ കാട്ടുമാക്കാനെ പോലെ അല്ലെന്ന് തോന്നുന്നു. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവളും ഒരു ചമ്മിയ ചിരി തിരികെ നൽകി. സംസാരിച്ച് സമയം കളയാനാണ് വരുന്നതെങ്കിൽ നീയൊക്കെ ഇങ്ങോട്ട് എന്തിനാ വരുന്നത്? പഠിക്കാൻ വരുന്ന കുട്ടികളെ കൂടി ശല്യം ചെയ്യാൻ. അക്ഷയ, ഗാഥ, നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻസിൽ 2 പേരായിരുന്നു നിങ്ങൾ. പുതുതായി വന്ന് ഓരോന്നിനെ കൂട്ടുകൂടി പിടിച്ച് ആ സ്വഭാവം കണ്ട് പഠിച്ചാൽ ഭാവി പോകുന്നത് നിങ്ങളുടെയാ. കേട്ടല്ലോ? ആ പറഞ്ഞത് എന്നെ ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കാൻ IAS പഠിക്കേണ്ട ബുദ്ധിയൊന്നും വേണ്ടല്ലോ. അത് മനസ്സിലോർത്തുകൊണ്ട് കടക്കണ്ണിട്ട് ടീച്ചേഴ്സ് റൂം ഫുള്ളൊന്ന് നോക്കി. വേറെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോയെന്നറിയാൻ. ഇന്ന് പഠിപ്പിച്ച ഇമ്പോർട്ടൻ്റ് നോട്ട്സ് ത്രേയുടെ കയ്യിലുണ്ട്. അത് വാങ്ങിയിട്ട് 50 ടൈംസ് എംബോസിഷൻ എഴുതി രാവിലെ എന്നെ കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ധ്രുവി സാറിൻ്റെ അടുത്ത് ഉത്തരവ് കേട്ടിട്ട് 3ൻ്റെയും കിളികൾ കുളുമണാലി വരെ പറന്നുപോയി. 50 വട്ടോ? ഇവിടെ നോട്ട്സ് തന്നെ എഴുതാൻ മടിയായിട്ട് ഫോട്ടോ കോപ്പി എടുക്കുന്ന ടീംസാണ് ഞങ്ങൾ. 3 ആളും ഒരുപോലെ ഓർത്തു. ക്ലാസ്സിൽ പോയിക്കോ. പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒട്ടും മയമില്ലാതെ അടുത്ത ഉത്തരവും വന്നു. കൂടുതൽ അവിടെ നിന്നും നാണം കെടാൻ നിൽക്കാതെ 3 പേരും വേഗം ക്ലാസ്സിലേക്ക് നടന്നു. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.